ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഫൈനലി ഇന്നാണ് ആ ദിവസം. ഏത് ദിവസം? ശ്രുതിയുടെ കല്യാണം. കണ്ടോ, എല്ലാവരും കിടന്നുറങ്ങാണ്. കുറേ ആളുകൾ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. സമയം ഇപ്പോൾ 3 മണിയായി. നമ്മൾ പോവാണ് ഗൈസ്. പോയോ? നമ്മൾ പോവാണ്. 3 മണിക്ക് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടില്ല, കാറിൽ പോവാണ് കേട്ടോ. കുടിക്കട്ടെ, നനയ്ക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വഴിയെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ മാറ്റി കേട്ടോ. ആദ്യമോൻ എല്ലാവരും മാറ്റി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു സാരി ഉടുത്തിട്ടാണ് കേട്ടോ അവൾ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാണ്. കാലൊക്കെ പിടിക്കുക, അനുഗ്രഹം വാങ്ങിക്കുമല്ലോ, അതൊക്കെ നമ്മൾ അമ്പലത്തിൽ അവിടെ ചെന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ അവൾ ഇറങ്ങുകയാണ്, നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. സമയം 4 മണിയാണ് കേട്ടോ ഇപ്പോൾ. അപ്പം നമ്മൾ 4 മണിക്ക് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ 3 മണിക്കൂർ മുന്നേ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. നമുക്ക് മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. ശ്രുതീൻ്റെ അനിയനുണ്ട്, വാവേൻ്റെ ഫ്രണ്ട് പിക്കാച്ചു. അവൻ്റെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അനിയനും വൈഫും വാവയും ശ്രുതി, ഞാൻ, മോന്, പിക്കാച്ചു, നമ്മൾ ഇത്രയും പേരാണ് കാറിൽ ഇപ്പോൾ പോകുന്നത് കേട്ടോ. നല്ല ഉറക്കപ്പിച്ചിലാണ് കേട്ടോ നമ്മളിപ്പോൾ കുടിച്ച് മാറ്റി പോകുന്നത്. വേറെ ഒന്നുമല്ല, തലേ ദിവസം പരിപാടി കഴിഞ്ഞിട്ട് കിടന്നത് തന്നെ 2 മണിക്കോ 2:30ക്കോ അങ്ങനെ എന്തോ ആണ്. 3 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. മോന് ശ്രുതിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. എല്ലാവരും ഉറക്കപ്പിച്ചിലാണ്. കുറേ ദൂരം കാറിലിരിക്കണമല്ലോ, അപ്പോൾ എനിക്ക് ഈ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരും കേട്ടോ. വേറെ ഒന്നുമല്ല, എ സിയിലായതിനോണ്ടാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, രാവിലെ ഒന്നും നമ്മൾ കഴിക്കാതെ അങ്ങനെ ഇറങ്ങി പോവുകയാണല്ലോ കുളിച്ച് മാറ്റിയിട്ട്, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 5 മണിക്ക് ശേഷമല്ലേ നമുക്ക് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കി 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 നമ്മൾ അവസാനം എത്തിയത് ഒരു ഹോട്ടലിലാണ്. ഇനിയിപ്പോൾ ഏതായാലും ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എണീറ്റില്ല? അങ്ങനെ പറയുന്നത്. ഇതാണ് അമ്പലം കേട്ടോ. ഈ അമ്പലത്തിൽ നിന്നാണ് നമുക്ക് ശ്രുതിൻ്റെ കല്യാണം ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ശ്രുതിൻ്റെ നാട്ടിലല്ല, കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ശ്രുതിൻ്റെ കുറ്റിയടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മാറാം. ഒരു മേക്കപ്പിലാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തന്നെയാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് കല്യാണം കഴിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത്. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകില്ലല്ലോ. നമ്മൾ മേക്കപ്പല്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെന്താ, പിന്നെ നാട്ടിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ല, അവർ വരാനാവുന്നല്ലോ. ഞങ്ങൾ നേരത്തെ വന്നതാണല്ലോ. അപ്പം ഞങ്ങളിപ്പോൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അതിലടിച്ചതല്ലേ, അപ്പോൾ മാറ്റട്ടെ കേട്ടോ. ഇപ്പോഴേ മാറ്റിയാലേ അന്നേരം കഴിയുള്ളൂ. സാരി കൊടുക്കാനുള്ളത് കുളമായിട്ടുണ്ടെങ്കിൽ തീരുമാനം. നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് തന്നെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കല്യാണച്ചക്കൻ്റെ വീടിൻ്റെ തൊട്ട മേലെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് മാറ്റുന്നത്. അവിടെ തന്നെയായിരുന്നു നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കേട്ടോ രാവിലത്തെ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ശ്രുതീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ പറയുക, നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഷാജി പാപ്പറ്റിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ആ റൂമിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുന്നത് കേട്ടോ. ശ്രുതി അനുഗ്രഹം വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എല്ലാവരും, മുതിർന്ന ആളുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെല്ലെ അവളെ കൈ പിടിച്ച് കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഒട്ടും ഒരുങ്ങാത്ത ഒരാൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അത് കാണുമ്പോഴൊരു സന്തോഷമില്ലേ. ഒരു ഏച്ചി എന്നുള്ളൊരു നിലയിൽ ഇവളെ കൈ പിടിച്ചിട്ടേ നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക്, ഞാൻ കൈ പിടിച്ചിട്ട് അവളങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടിങ്ങനെ പോണ സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീലിങ് പറഞ്ഞാൽ എന്താ എനിക്ക് പറയാനറിയില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഈ വീഡിയോ ഇതൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ കൊണ്ടുപോകണതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോഴുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു ഏച്ചി എന്നുള്ള നിലയിൽ ഇങ്ങനെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് അനിയത്തീൻ്റെ കല്യാണത്തിന് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. അവളിപ്പോൾ
കല്യാണത്തിൻ്റെ ചടങ്ങുകളിലേക്ക് പോവുകയാണ് കേട്ടോ. എന്താ എനിക്ക് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കുറച്ച് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഫോണിങ്ങനെ പിടിച്ചിട്ടേ ഈ വീഡിയോ എടുക്കുന്നത് അവളുടെ ഫോണിലാണ് കേട്ടോ. കല്യാണ പെണ്ണിൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോണിൽ എങ്ങനെ നോക്കിയിട്ടും അത് റെഡി ആവുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവളുടെ ഫോണിലെടുത്തിട്ട് വാട്സപ്പ് വഴി എനിക്ക് സെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ബസ്സിൽ പിന്നെ അല്ലറ ചില്ലറ ബൈക്ക്, കാറ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവരുടെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അപ്പോൾ ഇതാ ഇനി നമുക്ക് കല്യാണം കഴിക്കാം ഗൈസ്. അല്ല, നമുക്കല്ല, അവർ കല്യാണം കഴിക്കട്ടെ ഗൈസ്. రాముడి మనసులో సీత పదిలము, జానకి ఎదలో రామస్మరణము, సీతారాముల ప్రేమ మధురము, సీతారాముల. రాముడి మనసులో సీత పదిలము, జానకి ఎదలో రామస్మరణము, సీతారాముల ప్రేమ మధురము, సీతారాముల. జీవితం చెలో సగం ప్రమాణమేగా, కాలమే ముడేసి ముళ్ళు మూడుగా, బంధమే ఇదే నేను మంత్రమేదో ఓవరం. కళ్యాణ సీతమ్మ వీక్షణం. me there and all this journey and wake me up. I need to breathe again. I need బంధమే ఇదే అనేను మంత్రమేదో ఓవరం. కళ్యాణ సీతమ్మ వీక్షణం.
അമ്പിളി പൊന്നാണോ അലകടലായി മുത്തേനി നടമാടേടി പിണമീട്ടിടാം ഞാനൊന്ന് പാടാമോടി ഹോയ് ഹോയ് ഓമൽ പക്ഷിനി വെൺമണി ചിറകിലക്കി ഇനിയെന്നും ഇവനോട് താടാമോടി മഞ്ഞുമാസത്തേരിൽ ഒന്ന് ചുറ്റാൻ പാടി ഹോയ് 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 വായേ വായേ എൻ രാജാത്തി കൂടു കൂട്ടാലോ അങ്ങ് ദൂരത്തായി ആരോ ആരോ നീ രാജാവോ നിന്റാവെല്ലാം എന്നും എനിക്കല്ലേ എന്നും മാടി പാടാം പാടാം പാപ്പം എന്നും മാടി പാടാം പാടാം പാപ്പം മാമ്പഴത്തിൽ നൽകുവാ നീ എന്നും എന്റെ പൊൻപൂവാ ഹേയ് ചോക്ലേറ്റ് പിള്ളേരെ നിങ്ങൾ എന്നെ നോക്കണ്ട ഇവനെന്നും കൂടെയുണ്ടേ കാണാ കൊട്ടാരത്തിൽ മിന്നും മിന്നാരത്തിൽ എന്നും മാടി പാടാം പ്രേമ കൂടാരത്തിൽ എന്നും 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 മാടി പാടിടാം ആപ്പിൾ പെണ്ണാണോ അമ്പിളി പൊന്നാണോ അലകടലായി മുത്തേനി നടമാടേടി വീണമീട്ടിടാം ഞാനൊന്ന് പാടാമോടി സമ്മർ വന്നല്ല സിയ വിന്റർലോ നീ കോഫിയ തമ്മിൽ തമ്മിൽ നാം തമ്മിൽ എന്നും കാണും നേരത്തെ നെഞ്ചിൽ രാഗത്തേരോട്ടം നീ മുന്നില്ല രാമുല്ല നിന്നെ വെല്ലാൻ ആരുമില്ല ചാക്കിച്ചനയും വീട്ടും സൂപ്പർമാനെ ഒപ്പം കൂടാനായി വന്നേ ഞാൻ ആരോ ആരോ നീ രാജാവോ മുട്ടു പടക്കും നീ എന്നോട്ടെതിരിട്ടാൽ നാണത്തുമ്പിത്തുള്ള ഈണം കുളിക്കരാം എന്നും മാടി പാടാം നീയും ഞാനും തമ്മിൽ എന്നും 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 മാടി പാടിടാം കുഞ്ഞാങ്കിളി പോകല്ലേ പ്രേമത്തിന്റെ ബർഗർ തരാം സ്വർണത്തിടമ്പേ നിന്നെ സ്വന്തമാക്കുവാൻ വന്ന പുന്നാര ചക്കനാണ് ഞാൻ ഇത് മാമല മേലെ സൂര്യൻ
പാട്ടും താളവും മേളവും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ മടിയിൽ മോൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്നും ചെയ്തില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവളോട് ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ കരയൂല എന്നുള്ളത്. ആ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ. ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കരയും. അവൾ ഇനി കരയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളൊരു നിർബന്ധം എനിക്കുള്ളതിന് കൊണ്ട് തന്നെ അവളെ മുന്നിൽ ഞാൻ കരഞ്ഞില്ല കേട്ടോ. പക്ഷെ ബസ് കയറിയല്ലോ, ബസ് കയറി കഴിയുമ്പോൾ പിന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പിന്നെ റെഡിയായി. ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ ഒരു ഭാഗത്തിങ്ങനെ മിണ്ടാതെ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കസിൻസ് ഇല്ലേ, ഇവർ വന്ന് എന്നെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആക്കരുത്. കാരണം അവർക്കറിയാം ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക. എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അവസാനം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ സ്വന്തമായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. പക്ഷേ അതാരും കാണാതെ ഞാൻ കരഞ്ഞത്. പക്ഷേ ഞാൻ വീട്ടിലെത്തിയ സമയത്താണ് കേട്ടോ അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഹാപ്പി ആയിട്ട് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് രണ്ട് ഫാമിലിയുമായിട്ട് നല്ല രീതിക്ക് എന്താ പറയുക മുന്നോട്ടേക്കുള്ള ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതി, രഘുലേട്ടൻ രണ്ടാൾക്കും ഹാപ്പി മാരീഡ് ലൈഫ്.